റിജിത്ത്, ഈ ഒരു വാഹനത്തിൻ്റെ ഗിയർ ശ്രദ്ധിച്ചോ? ഇതൊരു ഓട്ടോമാറ്റിക് വാഹനമാണ്. കണ്ട നമുക്കൊരു MT ട്രാൻസ്മിഷൻ്റെ ഗിയർ നോബ് മാറി തോന്നുമെങ്കിലും ഈ ഒരു വാഹനത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിലുണ്ടോ, പ്ലസ് മൈനസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിലുണ്ടോ P എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. MT വാഹനങ്ങളിൽ P ഉണ്ടാവില്ല. അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഹൈലൈറ്റ്. അതായത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ ഒരുപാട് വാഹനങ്ങൾ വരുന്നുണ്ട്. അതിൽ DSG വരുന്നുണ്ട്, DCT വരുന്നുണ്ട്, അതുപോലെ തന്നെ AMT, AT, CVT, അങ്ങനത്തെ ഒരുപാട് IVT, അങ്ങനത്തെ ഒരുപാട് ടെക്നോളജീസ് വരുന്നുണ്ട്. അതിൽ കുറച്ചും കൂടിയും കൺവിൻസ്ഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ടെക്നോളജിയാണ്. ചെറിയ വാഹനങ്ങളൊക്കെ നല്ല രീതിയിൽ വലിയ ലാഗ്, അതുപോലെ തന്നെ ലാഗ് ഉണ്ടാവില്ല, കയറ്റത്തിൽ നിർത്തി കഴിഞ്ഞാൽ ബാക്കിലോട്ട് റോൾ ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ബാക്കിലോട്ട് റോൾ ചെയ്യാത്ത ഒരു AT ഗിയർ ബോക്സിൽ വരുന്നൊരു കിഡിലൻ പെട്രോൾ വാഹനമാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് 2016 മോഡലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. ആസ്റ്റയാണ്, അതായത് ഏറ്റവും ഫുൾ ഓപ്ഷന് പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങൾ എല്ലാം വരുന്ന വാഹനമാണ്. വെറും 32,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. അപ്പോൾ പുതുതായിട്ട് ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഡ്രൈവിംഗ് കൂടുതൽ ക്ലിയർ അല്ലാത്ത ആളുകൾക്കൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയൊരു ട്രാൻസ്മിഷനാണ് AT ട്രാൻസ്മിഷനിൽ വരുന്ന വാഹനങ്ങൾ എന്ന് പറയുന്നത്. ഏകദേശം 3 വാഹനങ്ങൾ നമുക്കിപ്പോൾ ഈ AT ട്രാൻസ്മിഷനിൽ വരുന്ന വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു വാഹനം എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ. ഇതുപോലെ നല്ല ക്വാളിറ്റി വെഹിക്കിൾസിൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ വിളിക്കാൻ മറക്കരുത്. ഈ ഒരു വാഹനം നിങ്ങൾക്ക് 4,25,000 രൂപയ്ക്ക് സ്വന്തമാക്കാം. നിങ്ങൾ 2018 മോഡൽ സ്വിഫ്റ്റ് വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ പ്രൈസിന് അതിലേറെ സെഗ്മെൻറ്റ് കൂടിയൊരു വാഹനം നിങ്ങൾക്ക് തന്നാലോ? അതും റിയർ AC വെൻ്റ് കാര്യങ്ങൾ എല്ലാം വരുന്നത് നല്ലൊരു ബോഡി വെയ്റ്റും അതുപോലെ തന്നെ നല്ലൊരു ഡ്രൈവിംഗ് കംഫർട്ടും കാര്യങ്ങൾ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ വരുന്നൊരു കിഡിലൻ വാഹനം തന്നാലോ? എങ്കിൽ ഡീറ്റെയിൽസ് കേട്ടോളൂ. ഒരു Elite i20 പെട്രോൾ വാഹനമാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. 2018 മോഡൽ വരുന്ന സ്പോർട്സ് വേരിയൻറ്റിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. 57,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്ത സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ്. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്തൊരു ക്വാളിറ്റി വെഹിക്കിൾ. ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വെറും 5,70,5,000 രൂപക്ക്, ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ എവിടേക്കാണെങ്കിലും ഡെലിവറി ഓപ്ഷനും ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ നല്ല ക്വാളിറ്റി വെഹിക്കിൾസിൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. 3,15,000 രൂപയ്ക്ക് 2015 മോഡൽ വരുന്ന ടോൾ ബോയ് ഡീസലിന് വരുന്ന ഒരു വാഗനർ പെട്രോൾ വാഹനമാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. 2015 മോഡലിൽ വരുന്ന VXI വേരിയന്റിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. വെറും 3,15,000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെ മറ്റു വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വാഹനത്തിന് നമുക്ക് ലോൺ ഫെസിലിറ്റി കാര്യങ്ങൾ എല്ലാം അവൈലബിൾ ആണ്. വെറും 1,38,000 രൂപയ്ക്ക് 2015 മോഡലിൽ വരുന്ന ഒരു ഓട്ടോമാറ്റിക് പെട്രോൾ വാഹനം നിങ്ങൾക്ക് തന്നാലോ? അതായത് ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുന്ന ആളുകൾക്ക് ഒന്ന് ക്ലിയർ ആവാനും അതുപോലെ തന്നെ എസ്പെഷ്യലി ഡ്രൈവിംഗ് കൂടുതൽ അറിയാത്ത ആളുകൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു ചെറിയൊരു കുഞ്ഞൊരു ഓട്ടോമാറ്റിക് വാഹനം. അപ്പോൾ ഇതാ ഡീറ്റെയിൽസ് നോക്കിക്കോളൂ. 2015 മോഡൽ നാനോ പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ്. XT ആണ് വേരിയൻറ്റ് വരുന്നത്. 67,000 കിലോമീറ്റർ റൺ ചെയ്ത വാഹനമാണ്. ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വെറും 1,38,000 രൂപക്ക്. ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്പറിൽ വിളിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ മറ്റു വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. വെറും 50,000 രൂപ ഡൗൺ പേയ്മെൻറ്റിലെ ഒരു കോമ്പാക്ട് SUV സെഗ്മെൻറ്റിൽ വരുന്ന ഒരു ഓട്ടോമാറ്റിക് വാഹനം സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, മുഴുവൻ കണ്ടോളൂ. 2021 മോഡലിൽ വരുന്ന കൈഗർ ഓട്ടോമാറ്റിക് RXZ എന്ന് പറയുന്ന വേരിയന്റിലാണ് ഈ ഒരു വാഹനം എന്നുള്ളത്. 59,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്ത സെക്കൻഡ് ഓണർഷിപ്പിലെ കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്നൊരു വാഹനമാണ്. RXZ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും, ഡ്രൈവ് മോഡ്സ്, അതുപോലെ തന്നെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, അങ്ങനെ എല്ലാവിധ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. വെറും 50,000 രൂപ ഡൗൺ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ പറ്റും. ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് 5,85,000 രൂപയാണ്. അപ്പോൾ ഇതുപോലെ മറ്റു വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ. ഇന്നോവ ക്രിസ്റ്റയും ഇന്നോവ ഹൈക്രോസ് ഒക്കെ ഇറങ്ങിയാലും ഇന്നോവൻ്റെ തട്ടുതാ ഇവിടെ തന്നെ നിൽക്കും. അങ്ങനത്തെ ഒരു വാഹനമാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ഏകദേശം 3 ഇന്നോവ വാഹനങ്ങളുണ്ട്. അതിൽ 2 വാഹനങ്ങളും ഒറിജിനൽ കേരള നല്ല ക്വാളിറ്റി വാഹനങ്ങളാണ്.
ഇത് നമ്മളെടുത്ത് വന്നൊരു രജിസ്റ്റേർഡ് വാഹനമാണ്, നല്ല ക്വാളിറ്റിയുള്ളൊരു വാഹനം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് 2012 മോഡൽ വരുന്ന G4 എന്ന് പറയുന്ന വേരിയൻറ്റിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. ഈ ഒരു വാഹനം 7 സീറ്റർ വാഹനമാണ്, ഇൻ്റർകൂളർ വരുന്ന ഒരു വാഹനം കൂടിയാണ്. ഈ ഒരു വാഹനം നമുക്ക് NOCയിൽ വെറും 6,25,000 രൂപക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും. അപ്പോൾ ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ. ഇതുപോലെ മറ്റു വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്.